ഈശോയിൽ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ നിങ്ങളെല്ലാവരും വലിയ സന്തോഷത്തിലാണെന്ന് കരുതുന്നു. മെയ് മാസത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം നന്ദി. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഒരാഴ്ചയായിട്ട് സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ആ ധ്യാനം പൂർത്തിയായി. നിങ്ങളെല്ലാവരുടെയും വലിയ ശക്തമായ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പ്രാർത്ഥിച്ചവർക്കും ചെറുതായി പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും ഓർത്തവർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. വലിയൊരു അനുഗ്രഹത്തോടെ അഭിഷേകത്തോടു കൂടി ആ ധ്യാനം പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു. ഈശോ പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ധ്യാനം ഇന്ന് പൂർത്തിയായപ്പം നിങ്ങളോട് മറ്റൊരു ധ്യാനത്തെക്കുറിച്ചും കൂടി ഒന്ന് അറിയിക്കാനുണ്ട്. അത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ആ ഒരു പ്രത്യേക ദിവസത്തേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം. മെയ് 23-ാം തീയതി നമുക്ക് പ്രത്യേകത അറിയാം. പെന്തക്കോസ്താ ഞായറാണ് പിറ്റേ ദിവസം വരിക, 24-ാം തീയതി. മെയ് 23-ാം തീയതി ഇവിടെ നമ്മുടെ കോട്ടയത്ത് പാമ്പാടിയിലെ ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിൽ വൈകുന്നേരം 7:30 മുതൽ ഒരു നൈറ്റ് വിജിൽ നടക്കുകയാണ്. പെന്തക്കോസ്തായ്ക്ക് ഒരുക്കുമായിട്ടുള്ള സ്പെഷ്യൽ നൈറ്റ് വിജിലാണ്. അപ്പം നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുക. ഒപ്പം തന്നെ എത്താൻ സാധിക്കുന്ന എല്ലാവരും മെയ് 23-ാം തീയതി സാറ്റർഡേ ഈവനിങ് വൈകുന്നേരം 7:30 ഇവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കുക കേട്ടോ. നമുക്കിവിടെ ഇന്ന് വചനം ശ്രവിക്കാം, ആരാധിക്കാം, പരിശുദ്ധ ബലി അർപ്പിക്കാം. ഈശോയുടെ വലിയ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കൃപകളെല്ലാം ഒരിക്കൽ കൂടി ഒന്ന് ജ്വലിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ആ രാത്രി ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. നിങ്ങൾ എവിടെയായിരുന്നാലും ഇവിടെ എത്താൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും മെയ് 23-ാം തീയതി ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എത്തിച്ചേരാൻ പറ്റാത്തവർ എന്നോട് പ്രാർത്ഥിച്ച് ശക്തിപ്പെടുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ധ്യാനങ്ങളെ കുറിച്ച് പറഞ്ഞ് ഈ നൈറ്റ് ടോക്ക് പൂർത്തിയാക്കാനല്ല ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോഴും എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചോ അപ്പോഴൊക്കെ കൂടുതൽ ശക്തി ലഭിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ തളർന്നു പോകുമ്പോൾ, മടുത്തു പോകുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവെ ഒന്ന് സഹായിച്ചേക്കണേ എന്ന് പറയുമ്പോഴത്തേനും എവിടെയോ ഒരു ശക്തി ഇങ്ങനെ കയറി വരുന്നത് പലപ്പോഴായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഉറപ്പായിട്ടും പല കാര്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട്. കാരണം ഈശോയുടെ വാഗ്ദാനം എന്തായിരുന്നു? എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ, എല്ലാത്തിലും നിങ്ങളെ സഹായിക്കാൻ മറ്റൊരു സഹായകൻ, ഒരു കാര്യസ്ഥനെ നിങ്ങൾക്കൊരു കൂട്ടായിട്ട് തരുമെന്നല്ലേ ഈശോ പറഞ്ഞേ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കൃപയ്ക്ക് വേണ്ടി എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധ അമ്മയുമായിട്ട് ചേർന്ന് ചിന്തകൾ ഈ ഒരു മാസം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ലൂക്ക 1:35 നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകും. നിങ്ങൾക്ക് കാണാപ്പാടം അറിയാവുന്ന വചനമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ശരിക്കും ഇനിയുള്ള പെന്തക്കോസ്തായ്ക്ക് വേണ്ടിയുള്ള ഒരുക്ക ദിവസങ്ങളിലൊക്കെ ഈ ഒരു വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി നല്ലതാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിലൊക്കെ, പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മേലും അപ്പസ്തോലന്മാരുടെ മേലും ഒക്കെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിക്കുന്നതും അവരെ കൊണ്ട് ശക്തമായ പ്രവർത്തികൾ ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പൗലോസ്ലീഹായും പത്രോസ്ലീഹായും എല്ലാവരുടെയും മേൽ. പ്രധാനപ്പെട്ട പഴയ നിയമത്തിലെ 1-2 വായനകളുണ്ട്. ഇങ്ങനെ നമ്മുടെ ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഗിദെയോന്റെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു നമ്മൾ വായിക്കുക. ന്യായാധിപന്മാർ 6:34 ഇങ്ങനെ വായിക്കുന്നില്ലേ? കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. എന്ന് വെച്ചാൽ ഒരു മൈറ്റി പവർ അനോയിൻറ്റിംഗ് ആണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ തരുന്നത്. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളെന്ന് തോന്നിപ്പോയാൽ, നമ്മളെ കൊണ്ട് ഇത് തീർക്കാൻ പറ്റില്ലെന്ന് തോന്നിപ്പോയാൽ, ശക്തമായി നമ്മുടെ മേൽ ആവസിച്ച് നമ്മളെ സഹായിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ്. ഗിദെയോൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. മീദിയാൻകാരുടെ വലിയ ആക്രമണമൊക്കെ ഫേസ് ചെയ്ത് ഇവർ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ഇങ്ങനെ കർത്താവ് വിളിക്കുന്നുണ്ട്, ശക്തനും ധീരനുമായ മനുഷ്യ, നീ ഇതിനു വേണ്ടി ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. ഗിദെയോൻ ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് നിന്ന് സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, അയ്യോ കർത്താവെ, ഞാൻ എന്നാ ചെയ്യാനാണ്? എൻ്റെ കുലം, എൻ്റെ കുടുംബം, ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. കർത്താവ് പറയാണ്, നീ ഒറ്റയ്ക്ക് മതി. ഒറ്റയ്ക്കല്ല. എന്താ കാര്യം? പരിശുദ്ധാത്മാവ് ആവസിച്ച ഒരാൾ ഒറ്റയ്ക്കല്ല. ഗിദെയോൻ ഒറ്റയ്ക്ക് നിന്ന് ഒരു സൈന്യം പോലെ നിന്ന് പൊരുതിയെന്ന നമ്മൾ വായിക്കുക. പിന്നീട് നമ്മൾ വായിക്കുന്നില്ലേ, അല്പം വഴിതെറ്റി പിന്നീട് പോയെങ്കിലും സാവൂള്, ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് നമ്മൾ സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ശക്തമായി അവന്റെ മേൽ ആവസിച്ചു, അവൻ പുതിയൊരു മനുഷ്യനായി തീർന്നു, പ്രവചിക്കാൻ തുടങ്ങി എന്ന് പറയാം. സോ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം, ഒറ്റയ്ക്കാണ് നമ്മളെങ്കിലും ഒരു സൈന്യത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും സൗളിനെ പോലെ ഇങ്ങനെ ഒരു അഭിഷേകം നമ്മുടെ മേൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളും പുതിയൊരു മനുഷ്യരായിട്ട് മാറുമെന്നാണ് വചനം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തോരം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവസിച്ചത്. പരിശുദ്ധ അമ്മ കേട്ട ഈ വചനം നമ്മളും ആവർത്തിക്കണം, ഇത് ആഗ്രഹിക്കണം. എൻ്റെ മേലും പരിശുദ്ധാത്മാവ് വരും, ഞാനും പുതിയൊരു വ്യക്തിയായി തീരും, ഞാനും ആത്മാവിൽ നിറഞ്ഞ് കർത്താവിൻ്റെ വചനം സംസാരിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തലനായ വിശുദ്ധ പൗലോസിനെ നമ്മൾ കാണുന്നില്ലേ? അപ്പസ്തോല പ്രവർത്തനം 9-ാമത്തെ അധ്യായത്തിൽ 2-3 ദിവസം ഇങ്ങനെ കണ്ണൊന്നും കാണാതിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജ്ഞാനസ്നാനം കിട്ടുകയാണ്. പിന്നീട് ഈശോ ദൈവപുത്രനാണെന്ന് സധൈര്യം പ്രഘോഷിക്കാൻ വേണ്ടി തുടങ്ങി. വളരെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പസ്തോലന്മാർ, ആദ്യത്തെ സഭ
ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവര് തീക്ഷ്ണതയോടെ പ്രഘോഷിക്കാൻ തുടങ്ങി. ഈശോ അല്ലാതെ മറ്റൊരു രക്ഷകനില്ലെന്ന്. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ വെച്ച് ധൈര്യം കുറഞ്ഞു പോയി, ശക്തി ചോർന്നു പോയി, ഒറ്റയ്ക്കായി പോയി എന്നൊക്കെ തോന്നിപ്പോയാൽ ഒട്ടനെ വിളിച്ച് പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ വരണമേ, അത്യുന്നതൻ്റെ ശക്തിയായി സ്വർഗത്തിൻ്റെ റൂഹായേ എൻ്റെ മേൽ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് വരും, ശക്തിപ്പെടുത്തും. ഉള്ളിലുള്ള അക്രമം മുഴുവൻ കൂടെ ജ്വലിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. പേഴ്സണലിയും പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കൂടെയുള്ളവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേലും വരണമേ. പരിശുദ്ധ അമ്മയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ എന്നാ സംഭവിച്ചേ? ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞേ. നമ്മുടെ ഉള്ളിലും ഈ പരിശുദ്ധി നിറയാൻ, നമ്മളും ദൈവമക്കൾ എന്ന സ്റ്റാറ്റസിൽ എപ്പോഴും ജീവിക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. ആ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇന്ന് രാത്രി കൂട്ടായിരിക്കട്ടെ. പെന്തക്കോസ്താ വരെയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുക. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലും വരും, ആവസിക്കും. ഉള്ളിലുള്ള ആ കൃപകളെല്ലാം വീണ്ടും വീണ്ടും ജ്വലിക്കും. പരിശുദ്ധാത്മാവിനെ പിണക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.